അവരുടെയും ഒരു കൺസെപ്റ്റ് ഞാൻ സംസാരിക്കുന്നില്ലേ, ടങ് ടൈ വല്ലതും ഉണ്ടോ, നാക്കിന് കൂട്ടിക്കെട്ടുണ്ടോ, എന്നോട് എൻ്റെ അടുത്ത് ഒപ്പി വരുന്ന പല പേരൻസും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും പറഞ്ഞ നാക്കിന് വല്ല കൂട്ടിക്കെട്ടും ഉണ്ടോ എന്നൊന്നും നോക്കാവോ ഡോക്ടറെ. ഇനിയിപ്പോൾ ചില വാക്കുകളൊക്കെ ഇപ്പം പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ സംസാരം കുറവാണ്, അപ്പം നമുക്കൊരു ഡൗട്ട് അത് കൂട്ടിക്കെട്ടാണോ. അതെല്ലാവർക്കും ഒരു കൺസെപ്റ്റ് അത്രയും ഉയർന്നതായിട്ടുണ്ട്. കാരണം ടങ് ടൈ പ്രശ്നമാണ് സ്പീച്ചിനെ അഫക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ധാരണ. അപ്പം ശരിക്കും ടങ് ടൈ പ്രശ്നമായിട്ടുള്ള കുട്ടികൾ ധാരാളം കുട്ടികളുണ്ടോ? എത്രത്തോളം കുട്ടികളിലാണ് ഈ ടങ് ടൈ സ്പീച്ചിനെ അഫക്റ്റ് ചെയ്തിട്ട് കാണുന്നത്? നമുക്ക് ടങ് ടൈ ഉള്ള കുട്ടികൾ വരുന്നുണ്ട്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ബട്ട് ഈ പറയണ പോലെ ടങ് ടൈ കാരണം കുട്ടികൾ സംസാരിക്കാതിരിക്കില്ല. അവർക്ക് സംസാരത്തിലുള്ള ക്ലാരിറ്റി ആയിരിക്കും ഇഷ്യൂ ഉള്ളത്. കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് കുട്ടികളുടെ ആവശ്യം മനസ്സിലാക്കാനോ മറ്റുള്ളവർ പറയണത് മനസ്സിലാക്കാനോ കുട്ടിക്ക് നീഡ്സ് പറയാനോ ഇതിനകത്തൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് അപ്പുറത്ത് ഒരു കോമൺ ലിസണറിനല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് കേൾക്കുമ്പം വ്യക്തത ഉണ്ടാവില്ല പറയുന്നതിനകത്ത്. സ്ഫുടതയില്ലാണ്ട് വർത്തമാനം പറയുന്ന പോലെ ഇരിക്കും. അല്ലാണ്ട് കുഞ്ഞ് ഭാഷ പഠിക്കാതെ ഇരിക്കില്ല. ലാംഗ്വേജ് എൻവയറമെൻറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് പഠിക്കും.